തങ്ങളുടെ ശരീരം ജീർണിച്ച് നശിച്ചുപോയി എന്ന് പറഞ്ഞ അങ്ങനെ പറയുന്ന ഒരു പുത്രന്മാരിയുടെ കൂടെയും ഒരു മുസ്ലിമും പെട്ടുപോകരുത്. അത് പ്രസംഗിച്ചതിന്റെ പേരിലാണ് ബഹുമാനപ്പെട്ട ആലമ്പാടി ഉസ്താദ് അവറുകൾ പാവപ്പെട്ട എന്നെ സ്നേഹിച്ചു എന്ന് നേരത്തെ ഇവിടെ പറഞ്ഞത്. അത് എല്ലാ ആലിമീങ്ങളും അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട മർഹൂം ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ അല്ലാഹു അവിടുത്തെ ഖബറിൽ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഞാൻ പുല്ലൂക്കര ജമാഅത്ത് പള്ളിയിൽ ഓതി പഠിക്കുന്ന കാലത്ത് ഇ.കെ. ഉസ്താദിന്റെ ശിഷ്യനായ അബ്ദുറഹ്മാൻ ദാരിബി ചിയൂരി അവിടെ മന്ദിയിൽ പഠിക്കുന്ന കാലമാണ്. എന്നോട് വന്ന് പറഞ്ഞു, ഇ.കെ. ഉസ്താദ് നിങ്ങളെ കാണണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ ചെറിയ കുട്ടിയാണ്, എനിക്ക് ഇതുപോലെ താടി നരച്ചിട്ടില്ല, താടി ശരിക്കും വന്നിട്ടില്ല. അപ്പോ നിങ്ങളെ കാണുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പേടിച്ചിട്ട് വലിയ ആളല്ലേ, ആ പേടിച്ചിട്ട് ഞാൻ കടമേരി അഹമ്മദ് മുസ്ലിയാൻ വലിയൊരു പണ്ടുകളുണ്ടായിരുന്നു, വഫാത്തായി പോയി. നന്ദിയിൽ ദർശനം നടത്തിയിരുന്നു. അതുപോലെ നന്ദിയിലോ പട്ടിക്കാടോ എനിക്കറിയില്ല, അങ്ങനത്തെ വലിയ സ്ഥാപനത്തിൽ ദർശനത്തിയ ആളാണ് അഹമ്മദ് മുസ്ലിയാന്റെ മകൻ കുഞ്ഞബ്ദുള്ള കടമേരിയെ. ഞാൻ പറഞ്ഞു ഇ.കെ. ഉസ്താദിനെ ഒന്ന് കാണാൻ വേണ്ടി മൂപ്പര് പറഞ്ഞിട്ടൊന്ന് പോകണം. അങ്ങനെ ഞാൻ മൂപ്പരെ വീട്ടിലേക്ക് കടമേരി കുഞ്ഞബ്ദുള്ളനെയും കൂട്ടി ഇ.കെ. ഉസ്താദിനെ കാണാൻ പോയപ്പോ എന്നോട് എനിക്ക് എന്നെ അറിയില്ലല്ലോ. ഞാൻ പോയി അസ്സലാമു അലൈക്കും. മൂപ്പര് ശരിക്ക് കാഴ്ച ശരിക്ക് കിട്ടൂല. അപ്പൊ ആരാണ് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു പേരോട് അബ്ദുറഹ്മാനാണ് എന്ന് പറഞ്ഞു. ഞാൻ സഖാഫിയൊന്നുമല്ല, ഞാൻ ദർസിൽ പഠിക്കുന്ന മുത്തഅല്ലിമാണ്. പേരോട് അബ്ദുറഹ്മാനാണ്. ഉസ്താദ് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്. നീ ആ കാണവത്തൂർ ഭാഗത്തൊക്കെ മുജാഹിദികൾക്കെതിരെ ജമാഅത്തുകാർക്കെതിരെ രണ്ടും പറഞ്ഞവർക്ക് ഓർമ്മയില്ല, ഒന്നുമല്ലേ വഹാബി ഒരു വാചക പറഞ്ഞു. സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികൾക്കെതിരെ ശക്തിയായി പ്രസംഗിക്കുന്നു എന്ന് കേട്ടതുകൊണ്ട് കാണാൻ വേണ്ടി വിളിച്ചതാണ്. ഞാൻ ആ സമയത്ത് ചിലതൊക്കെ ചോദിക്കുകയും പഠിക്കുകയും ചെയ്തു. എനിക്ക് ദുആ ചെയ്തു തന്നു. അങ്ങനെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ. ആലമ്പാടി ഉസ്താദ് മാത്രമല്ല, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ അവർക്ക് സുന്നത്ത് ജമാഅത്ത് ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്നവരോട് സ്നേഹമാണ്, ആദരവാണ്, അവർ ആശീർവദിക്കുകയാണ്. അത് എല്ലാ ആലിമീങ്ങളും അങ്ങനെയാണ്. അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കണം. നമ്മൾ പരമാവധി തർക്കങ്ങളും വിതർക്കങ്ങളും ഒക്കെ ഒഴിവാക്കണം. പരസ്പര സ്നേഹത്തോടെ, ഐക്യത്തോടെ, ബഹുമാനത്തോടെ, ആദരവോടെ ജീവിക്കണം. ഒരൊറ്റ ആലിമിനെയും കുറ്റം പറയരുത്, ഒരു സയ്യിദിനെയും നിസ്സാരപ്പെടുത്തരുത്, മുതഅല്ലിമീങ്ങളെയും മുഅല്ലിമീങ്ങളെയും നിസ്സാരപ്പെടുത്തരുത്, മുഅ്മിനീങ്ങളെ നിസ്സാരപ്പെടുത്തരുത്. ഇസ്ലാമിന്റെ പവിത്രമായ ആശയം ജീവിതത്തിൽ നമ്മൾ പകർത്തി കാണിച്ചു കൊടുക്കണം. അതാണ് ശരിയായ മാനവികത. ഞങ്ങൾ സാധുക്കളാണ്, ഞങ്ങൾ അറിവ് കുറഞ്ഞവരാണ്. ഞങ്ങളെ ആലിമീങ്ങൾ പലരും ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയി. ആലമ്പാടി ഉസ്താദ് പോയി, മഞ്ഞനാടി ഉസ്താദ് പോയി, ഓക്കെ ഉസ്താദ് പോയി, ഇ.കെ. ഉസ്താദ് പോയി, കന്യത്ത് ഉസ്താദ് പോയി, പുല്ലൂക്കര ഉസ്താദ്, പി.എ. ഉസ്താദ്, എത്ര ആലിമീങ്ങൾ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയി. അല്ലാഹുവേ, അവരുടെ എല്ലാം ദറജ ഏറ്റി കൊടുക്കണം റഹ്മാനേ. നെല്ലിക്കുത്ത്